Welcome to Semester 2 Complementary Electronics for BSA Physics Main. Semester 2 Complementary Electronics. And today we see class number 20, Full Wave Rectifier Center Tap. Full Wave Rectifier Center Tap from Chapter 17 DC Power Supplies. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ക്ലാസ്സാണ്. ഇത് DC പവർ സപ്ലൈസ് എന്ന് പറയുന്ന 17th ചാപ്റ്റർ, അതിലെ FW റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ സെൻറ്റർ ടാപ്പ്. A very important essay type question. This is the figure of the FW rectifier. You draw the figure neatly. ഈ ഫിഗർ ഒന്ന് നന്നായിട്ട് വരയ്ക്കണം. ഇതാണ് പവർ പാക്ക് എന്ന് പറയും. ഇതിനെ നമ്മൾ പവർ പാക്ക് എന്നും വിളിക്കാറുണ്ട്. പവർ പാക്ക്, FW റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ സെൻറ്റർ ടാപ്പ്. അപ്പോൾ അത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഡയഗ്രമാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, സർക്യൂട്ട് ഡയഗ്രം. ആദ്യം കാണുന്നത് ഒരു ട്രാൻസ്ഫോർമർ നടുക്ക്, പ്രൈമറി സെക്കൻഡറി, ഇൻപുട്ട് വോൾട്ടേജ് AC കൊടുക്കും. രണ്ട് ഡയോഡ്. ആ ട്രാൻസ്ഫോർമർ സെക്കൻഡറി അത് എർത്ത് ചെയ്യും, അതിൻ്റെ മിഡിൽ പോയിൻറ്റ് എർത്ത് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ഡയോഡിൻ്റെ ബാർ, നെഗറ്റീവ് ടെർമിനൽ ഒരുമിച്ച് പിടിപ്പിച്ചിട്ട് ഒരു കോമൺ റെസിസ്റ്ററിലേക്ക് പോകും. അത് എർത്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. സെൻറ്റർ ടാപ്പും ഗ്രൗണ്ട് ചെയ്യും. ട്രാൻസ്ഫോർമർ സെക്കൻഡറി, ഈ ഗ്രൗണ്ടിങ്ങിൻ്റെ അർത്ഥം അവ രണ്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ മിഡിൽ പോയിൻ്റ് കാണുന്ന എർത്തും അതുപോലെ റെസിസ്റ്ററിൻ്റെ എർത്തും അവ ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ വേവ് ഫോമാണ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, ഫസ്റ്റ് ഡയോഡ് കണ്ടക്ട് ചെയ്യും. അതിൻ്റെ വേവ് ഫോമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആദ്യ വേവ് ഫോം. പോസിറ്റീവ് പീക്കുള്ളി കൊടുക്കുന്ന ഇൻപുട്ട് ഈ സെക്കൻഡറി ട്രാൻസ്ഫോർമറിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടാണ്. അതാണ് ആദ്യം ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കർവ്. പ്ലസ് സൈക്കിൾ, മൈനസ് സൈക്കിൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ ഫസ്റ്റ് ഡയോഡ് മാത്രം പരിഗണിച്ചാൽ നമുക്ക് റൈറ്റിലുള്ള ടോപ്പിലുള്ള ഫസ്റ്റ് കർവ് കിട്ടും. സെക്കൻഡ് ഡയോഡ് മാത്രം പരിഗണിച്ചാൽ താഴെയുള്ള നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവായിട്ട് വരുന്നത് കാണാം. ഇവ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ വേവ് ഫോമായിട്ട് താഴെ കൊടുത്തിരിക്കുന്നതാണ്. ഇത്രയുമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 4 വേവ് ഫോം ഉണ്ട്. ഒന്ന് ഇൻപുട്ട്, പിന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അവസാനം കാണുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഫസ്റ്റ് ഡയോഡ് മാത്രം പരിഗണിച്ചാൽ ആദ്യത്തെ ഗ്രാഫ് കാണിക്കും. സെക്കൻഡ് ഡയോഡ് മാത്രം പരിഗണിച്ചാൽ രണ്ടാമത്തെ ഡയോഡ് കാണിക്കും. രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. അതൊരു പൾസേറ്റിംഗ് DC ആണ്. അപ്പോൾ എല്ലാ ഹാഫ് സൈക്കിളും കൺവേർട്ട് ചെയ്യുന്ന ഒരു പൾസേറ്റിംഗ് DC ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ലാസ്റ്റ് ചിത്രം കാണിച്ചിരിക്കുന്നത്. സോ യു ലുക്ക് ഹിയർ, the circuit diagram of FW rectifier center tap is shown in the figure. Center tap means the secondary, the midpoint of the secondary of the transformer is earth connected, and to the primary the input voltage is applied, AC is applied. There are 2 diodes, the first diode D1 and the second diode D1, and they are commonly connected to a load RL, and across load RL we get the output voltage, rectified voltage. The load is earth connected, the secondary of the transformer is also earth connected. The meaning of earth connection is they are interconnected. The waveforms are also shown in the figure. Now we look what are the details. In a FW rectifier, 2 diodes are used instead of 1. ഒരു ഡയോഡിന് പകരം 2 ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. FW സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ the AC is applied across the primary of the transformer. The secondary of the transformer is center tapped, and AC EMF is induced in the secondary. This will be the input voltage to the rectifier and can be written as VI is VM sin theta. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ AC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ റെക്ടിഫയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജാണ്. അതിനെ നമുക്ക് VI = VM sin theta എന്ന് കാണിക്കാവുന്നതാണ്. During positive half cycle, diode D1 is conducting while D2 does not conduct. Just the reverse in the negative half cycle. In both cases, conventional current flows
in the direction shown by the arrow, അതായത് A to B. ഇവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്, ആ റെസ്റ്റിൽ കിഴിപ്പോട്ട് കാണിച്ചിട്ടുണ്ട് A to B. ഇപ്പോൾ കിഴിപ്പോട്ടാണ് കറണ്ട് ഒഴുകുന്നത്, അതുകൊണ്ട് യൂണി ഡയറക്ഷണൽ കറണ്ടാണ് കിട്ടുന്നത്. അതിനെയാണ് DC എന്ന് വിളിക്കുന്നത്. Just the reverse in the negative half cycle, in both cases, conventional current flows in the direction shown by the arrow, but the current is pulsating and PD is developed across RL. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലോഡിന് അക്രോസ് ആയിട്ട് ഒരു PD ഡെവലപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് എഫിഷ്യൻസി കാണുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാൽക്കുലേഷനാണ്. വി ഹാവ് ടു കാൽക്കുലേറ്റ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടേം. ഇൻ ദിസ് കേസ് ഓൾസോ ഇൻ ദി ഹാഫ് വേവ് റെക്ടിഫയർ വി ഹാവ് സീൻ ദി എഫിഷ്യൻസി, an expression for it, and now also we study an expression for efficiency, and we can see that the expression for eta is 0.812 by 1 plus RF by RL. Eta is 0.812 by 1 plus RF by RL. The relation is similar to that of half wave rectifier, but it is double. Here the efficiency is double compared to that of half wave rectifier. By definition, efficiency eta is equal to PDC by PSC. That we know. The definition of efficiency of rectifier is eta is PDC by PAC, where PDC is the DC power output and PAC is the AC power input. AC power input. It can be shown that eta is equal to 0.812 by 1 plus RF by RL, where RF is the forward resistance of a diode and RL is the load resistance. So we have to find efficiency derivation to find a PDC. The first step is to find the PDC, and PDC, as you know, it is IDC square into RL. In the case of half wave rectifier, we have defined a PDC as IDC square into RL. That relation also we apply here. Calculation of IDC. But PDC ആണെങ്കിൽ IDC ആദ്യം കണ്ടുപിടിക്കണം. IDC is I average 1 by 2 pi integral 0 to 2 pi ID theta. That is our definition. And since it is for one complete cycle, we split this into two half cycles. So the relation we write as 1 by 2 pi integral 0 to pi ID theta plus integral 0 to pi ID theta plus integral pi to 2 pi ID theta. We give the values of I is Im sin theta, in the second case also Im sin theta, but when we write the second case, negative half cycle, we have to put minus Im because it is a reverse cycle, negative cycle. In negative cycle, the maximum is negative maximum minus Im. So we have put minus Im sin theta. That is IDC Im by 2 pi integral 0 to pi sin theta d theta. The minus sign is taken out. Integral pi to 2 pi sin theta d theta. Im is taken out as a common factor. IDC is equal to Im by pi, Im by 2 pi. We integrate. Integral is minus cos theta sin theta. Integral is minus cos theta from 0 to pi minus cos theta from pi to 2 pi. We put to the limits. That is IDC is minus Im by pi 2 pi cos theta from 0 to pi minus cos theta from pi to 2 pi equal to minus Im by 2 pi. You put to the limits, give the limits. That is cos pi minus cos 0 minus cos 2 pi plus cos 0. Minus is plus. That is minus Im by 2 pi. Cos pi is minus 1, you know. So minus 1, cos 0 is 1, minus 1, and again minus 1. Last one is also minus 1. All are minus 1s. So we get to minus 4. Minus and minus will cancel. Minus Im by 2 pi and minus 4. Minus and minus will come as a plus. Therefore, we get 2 Im by pi.
Therefore, IDC is 2 Im by pi. That is equation number 1. So you remember, for a full wave center tap rectifier, IDC is 2 Im by pi. For a full wave center tap rectifier, IDC is equal to 2 Im by pi. Equation number 1. So PDC, IDC square into RL, that is equal to 2 Im by pi, the whole square into RL. That is the value of PDC. The second step is to calculate PSC. PSC is equal to IRMS square into R plus RL. That is the definition. IRMS square into R plus RL. So to find IRMS square is integral 0 to 2 pi I squared d theta all by 2 pi. Average value for a cycle. That is IRMS square to 1 by 2 pi integral 0 to 2 pi I squared d theta. That also we split into 2 cycles, half cycles, 2 half cycles. That is 1 by 2 pi integral 0 to 2 pi I squared d theta plus integral pi to 2 pi I squared d theta. That is 1 by 2 pi integral 0 to 2 pi Im sin theta, the square d theta plus integral pi to 2 pi minus Im sin theta, the square d theta. That is IRMS square is Im square by 2 pi integral 0 to 2 pi sin square theta d theta plus pi to 2 pi sin square theta d theta. Minus Im square is plus Im square, that is taken out. That is IRMS square is Im square by 2 pi integral 0 to 2 pi. In order to integrate the sin square theta, we have to apply the relation half of 1 minus cos theta. You know it. Sin square x is equal to half of 1 minus cos 2x. In that manner, we have to write the sin square theta here. That is sin square theta is half of 1 minus cos 2 theta. So we have written half of 1 minus cos 2 theta d theta. Integral 0 to 2 pi. The next is integral 0 pi to 2 pi, half of 1 minus cos 2 theta d theta. And you know, cos 2 theta, when we integrate for 0 to pi or pi to 2 pi. Cos 2 theta, when we integrate for limits 0 to pi or limits pi to 2 pi, it will vanish. It is equal to 0. Therefore, we get inside the bracket Im square by 2 pi into 2 pi, that is Im square by 2. That is IRMS is Im by root 2, equation number you mark. So PAC is IRMS square into R plus RL. That is Im by root 2 the square into R plus RL. That step is Im square by 2 R plus RL, that is PAC. So efficiency eta is equal to PDC by PAC. That is 2 Im by pi the whole square into RL by Im square by 2 into R plus RL. Im square will cancel. We get eta is 80 by pi square RL by R plus RL. 80 by pi square is 0.812 into RL by R plus RL. Divide numerator and denominator by RL, we get eta is equal to 0.812 by 1 plus R by RL, equation number. ഇനി നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഹാഫ് റെക്ടിഫയർ ചെയ്തതുപോലെ ഇവിടെയും നമുക്ക് എഫിഷ്യൻസി മാക്സിമം കണ്ടുപിടിക്കാം. Maximum efficiency. So we obtained the efficiency expression. Efficiency is maximum when RL is much greater than RF. That is RF by RL tends to 0. That is 0 we put in the above expression. We get it max is equal to 0.812 by 1 plus 0. That is 0.812, which we convert into percentage by multiplying by 100. We get 81.2%. So you remember, for half-wave rectifier, the efficiency maximum is 40.6%, and for this, the efficiency maximum is 81.2%. That is, efficiency of a full-wave rectifier is twice that of half-wave rectifier. That you remember? Efficiency of a full-wave rectifier is twice that of half-wave rectifier.
And these are the important equations. This is the essay question. Essay question with a neat circuit diagram. Repeated question for examination. With a neat diagram, explain the working of a center tap, working of a FW center tap rectifier, full wave center tap rectifier. Derive an expression for its efficiency. എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഇതിനകത്ത് വരാവുന്ന പ്രോബ്ലത്തിൻ്റെ പാർട്ടുണ്ട്. അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആസ് യൂഷ്വൽ. IDC 2m/π, ഹാഫ് വേവ് ആണെങ്കിൽ IM/π ആണെന്ന് ഓർത്തോളം കേട്ടോ, കമ്പാരിസൺ ഉണ്ട്. പിന്നെ RMS ഈസ് IM/√2, ഹാഫ് വേവ് ആണെങ്കിൽ IM/2 ആണ്. അടുത്തത് IM ഈസ് സെയിം റിലേഷൻ, VM/R + R. That is all with the 20th class on semester 2 electronics complementary. Thank you.